ഹായ് ഹലോ നമസ്കാരം. സർവം മായം ഇന്ന് റിലീസായിട്ടുള്ള നിവിൻ പോളിയുടെ അജു വർഗീസിൻ്റെ അഖിൽ സത്യൻ്റെ ഏറ്റവും പുതിയ പടമാണ് സർവം മായം. സർവം മായമല്ല, സർവം മായ. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ളത് അജയ് കുമാർ ആൻഡ് രാജീവ് മേനോ. ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരാണ്. ഈ സിനിമയുടെ എഡിറ്റർ ആയിട്ടുള്ളത് റതിൻ രാധാകൃഷ്ണൻ. അതുപോലെ തന്നെ DOP ശരത് വേലായുധൻ. നന്മ നിറഞ്ഞ നാട്ടിൻപുറങ്ങളുടെയൊക്കെ ഒരു കാഴ്ച ഒപ്പിയെടുത്തിട്ടുണ്ട് ശരത് വേലായുധൻ. പ്രത്യേകിച്ച് ഈ സിനിമ പാലക്കാട്, ഒറ്റപ്പാലം, കുറുമ്പനാട് ഭൗതി ക്ഷേത്രമൊക്കെ അവിടെയൊക്കെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും 1-2 ദിവസം ഈ സിനിമയുടെ ഭാഗമാവാനായിട്ട് എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയുടെ നിവിൻ പോളി ആൻഡ് അജു വർഗീസ്, ഈ കോംബോ ഒരിക്കലും അങ്ങനെ പോകില്ല കേട്ടോ. നിവിൻ ഈസ് കം ബാക്ക് മാൻ, ഹീസ് കം ബാക്ക്. മലയാള സിനിമയിൽ ഒരു കോമഡി കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്ന എത്ര യുവനടന്മാരെ നമുക്ക് കാണാൻ സാധിക്കും? പറ്റില്ല. നിവിൻ പോളി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ പരിപാടി അറിയില്ല. പുള്ളിക്കാരൻ അതിന് ശേഷം എവിടെയൊക്കെ പോയിട്ട് വേറെ ലാംഗ്വേജിൽ പോയിട്ടൊക്കെ പടം അഭിനയിച്ച് കുറേയൊക്കെ പോയിട്ട് തവിട് പൊടിയായിട്ട് വന്നിട്ടുണ്ട്. മലയാളത്തിൽ വന്നപ്പോൾ പുള്ളിക്കാരൻ ഇൻ്റർവ്യൂസിൽ പറഞ്ഞു, ഇനി ഞാൻ ചെയ്തത് വേറെ കുറച്ച് ജോണറാണ്. ഒന്നും വേണ്ട, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ചില കുസൃതിത്തരങ്ങളും കോമാളിത്തരങ്ങളും നിഷ്പ്രയാസം അനായാസം കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള സംഭാഷണങ്ങളെല്ലാം ചടുലമായിട്ട് തന്നെ സർവം മായത്തിൽ നിവിൻ പോളി ചെയ്തിട്ടുണ്ട്. കോമഡി എല്ലാം വർക്കൗട്ടായിട്ടുണ്ട്. എല്ലാ കോമഡി, പ്രത്യേകിച്ച് അജു നിവിൻ പോളി ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് എല്ലാം സൂപ്പ്. തിയേറ്ററിൽ ഗംഭീര കയ്യടിയായിരുന്നു ഇവരുടെ കോമ്പിനേഷനൊക്കെ. കാരണം നിവിൻ പോളി ഇതിൽ വലിയ ഗംഭീര മസിൽ പിടിക്കുന്ന ക്യാരക്ടറൊന്നുമല്ല. അദ്ദേഹം ഒരു ഗിത്താറിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഗിത്താർ കൊണ്ട് പ്രത്യേകിച്ച് രക്ഷപ്പെടില്ല എന്നുള്ള ഒരു മൈൻഡ് കൊണ്ട് വീണ്ടും അദ്ദേഹം പൂണോട് തിരിക്കുകയാണ്. വീട്ടുകാരെല്ലാം അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ രഘുദത്ത് പാലേരിയാണ്. നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവർ തമ്മിലുള്ള ബോണ്ടുകൾ ഒരു കുറച്ച് അഖിൽ സത്യൻ എന്ന ഡയറക്ടർ അറിയാമല്ലോ. പുള്ളിക്കാരൻ നമ്മുടെ സത്യനന്ദിക്കാട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് ബിരുദാനന്തര ബിരുദം വാങ്ങിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൻ, സത്യനന്ദിക്കാട് സ്വന്തം മകനാണ് നമ്മുടെ അഖിൽ സത്യൻ. പാശു മലപതി വിളക്കം പോലെയുള്ള ഓളപ്പടം ചെയ്തിട്ടുണ്ട്. പടം ഒരു എവറേജ്. പക്ഷേ ഫഹദ് ഫാസിലിൻ്റെ വെയ്യാത്തൊരു പടമില്ലത്. വെയ്യാത്ത ഫഹദ് ഫാസിലിൻ്റെ ഒരു പടമാണത്. അതിനേക്കാട്ടിലൊക്കെ എത്രയോ 10 മടങ്ങായിട്ടാണ് അഖിൽ സത്യ ഈ സിനിമയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. പുള്ളിക്കാരൻ ഈ സിനിമയുടെ റൈറ്റർ കൂടിയാണ്, ഓൾസോ എഡിറ്റർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ പോകുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. വിനീത് ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ജനാർദ്ദൻ സാർ ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആക്ട്രസ് ആയിട്ടുള്ള പ്രീതി മുകുന്ദൻ എന്നൊരു ആക്ട്രസ് വന്നിട്ടുണ്ട് ഇതിൽ. നിൻ്റെ ഒരു പേരായിട്ട് പ്ലാൻ ചെയ്ത് വന്നൊരു ക്യാരക്ടറാണ്. ഇറ്റ്സ് ഓക്കെ, ഒരു കുഴപ്പമില്ലാത്ത ക്യാരക്ടർ. പക്ഷേ ഇതിൽ ഗോസ്റ്റായിട്ട് അഭിനയിച്ചതൊരു പെൺകുട്ടി. അടിപൊളി. ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുള്ളതാണ്, പേരിപ്പോഴും എനിക്ക് ഓർമ്മയില്ല. ഫസ്റ്റ് പടം തോന്നുന്നു മലയാളത്തിൽ. സൂപ്പറായി ചെയ്തിട്ടുണ്ട്. അടിപൊളി സൂപ്പർ. ഓൾ ദ ബെസ്റ്റ്. ഈ സിനിമയിൽ അങ്ങനെ ഗിത്താറിസ്റ്റായിട്ട് ഒരു രക്ഷപ്പെടാൻ ചാൻസ് ഒന്നുമില്ല. നാട്ടിലേക്ക് വരുന്നത്, നാട്ടിലോട്ട് വന്ന് വീണ്ടും പൂണൂലിടുന്നു, പൂജയ്ക്ക് പോകുന്നു. അപ്പോൾ ഈ പൂജ എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈടെക് ആയല്ലോ. വാട്സപ്പ് വഴി PDF വഴി പൂജാമന്ത്രങ്ങളൊക്കെ അയച്ചിരുന്ന ഒരു പരിപാടികൾ, അങ്ങനെ കുറച്ച് ഫണ്ണായിട്ടുള്ള പരിപാടികളൊക്കെ പോകുന്നുണ്ട്. പലയിടത്തും ഒരു സ്പൂഫ് പോലെയൊക്കെ പലപ്പോഴും ഫീൽ ചെയ്യും. പക്ഷേ ഇതങ്ങനെ ആ ഒരു മതത്തെ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ജാതിയെ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ആചാരത്തെ കളിയാക്കിയിട്ടോ ഒന്നുമല്ല ഈ സിനിമ പറയുന്നത്. അത് അഖിൽ സത്യൻ അത്ര പൊട്ടനല്ല, മനുഷ്യനല്ല, പുള്ളിക്കാരനല്ല, ബുദ്ധിയുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വൾഗാരിറ്റി ഒന്നും സിനിമയിൽ ഒരു കൾച്ചറിനെ ഒന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. വളരെ ഭയങ്കര നൈസായിട്ടാണ് അഖിൽ സത്യൻ്റെ മേക്കിങ് പോകുന്നത് കേട്ടോ. യാതൊരു തർക്കമില്ല. ഇതിൽ ജസ്റ്റിൻ പ്രഭാകർ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ തന്നെ ഒരു കോമ്പോസർ ആയിട്ടുള്ള സോങ്സ് ഒരു 4 സോങ് ഉണ്ട്. സൂപ്പറായിരുന്നു, അടിപൊളി സോങ്സ്, ഭയങ്കര ഫീൽ ഗുഡാണ്. ആ സോങ്സ് എല്ലാം ഹിറ്റാവും, ഉറപ്പാണ്. ആ സോങ്സ് എല്ലാം ഹിറ്റാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ സിനിമയിൽ ആക്ഷൻ ഒന്നുമില്ല, വെറുതെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന ചെറിയ പരിപാടികളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ നിവിൻ്റെ ലൈഫിലേക്ക് ഒരു ഗോസ്റ്റ് പ്രേതം കടന്നു വരികയാണ്. പ്രേതം എന്ന് പറയുന്നത് പ്രേതത്തെ പേടിയാണ്. പുള്ളിക്കാരത്തേക്ക് ഈ ഗോസ്റ്റായിട്ട് വന്നിട്ടുള്ള കുട്ടിക്ക് TV നമ്മളൊക്കെ ഒരു പ്രേതപടം കാണുമ്പോൾ ഭയങ്കര പേടിയാണ്, ഭയങ്കര ബഹളം വയ്ക്കും, അധികം ശബ്ദം പാടില്ല. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ വിസ്മയ തുമ്പത്ത് സിനിമയിൽ ലാലേട്ടൻ ചെയ്തിട്ടില്ലേ, നയൻതാരയെ അദ്ദേഹത്തിന് മാത്രമേ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഫാസിൽ സാറിൻ്റെ വേറൊരു സൈക്കോസിസ് പരിപാടി. ഇതങ്ങനെയല്ല, ഇത് അഖിൽ സത്യൻ്റെ ഒരു ഫൺമൂഡ്. ഈ ഫൺമൂഡിൽ ആ പ്രേതം ഭയങ്കര രസമായിട്ട് ഇതിൽ നീമ്പോളോടൊപ്പം കോട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തെ ഈ ഗോസ്റ്റ്, ഇത് പ്രേതം എങ്ങനെ വന്നെന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളൊരു ജേണി ആയിട്ടാണ് ഈ സിനിമ സെക്കൻഡ് ഹാഫിൽ പോകുന്നത്. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ഇമോഷണലി വളരെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ, മൈന്യൂട്ടായിട്ടുള്ള റീസൺസ് ഉള്ളൂ ഈ ഇമോഷനൊക്കെ. പക്ഷേ ആ മൈന്യൂട്ടായിട്ടുള്ള ഇമോഷനുകളിൽ എല്ലാത്തരം പ്രേക്ഷകരെയും പിടിച്ചിരുത്താനുള്ളൊരു കഴിവ് പണ്ടേ സത്യനന്ദിക്കാട് സിനിമയിലുണ്ട്. അതേ സെയിം പാറ്റേൺ ഇതിലും അഖിൽ സത്യൻ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് പിൻഗാമി പോലുള്ള സിനിമയിൽ സത്യൻ സാറിൻ്റെ പരിപാടി, അർത്ഥത്തിൻ്റെ ക്ലൈമാക്സിൽ സത്യൻ സാറിൻ്റെ പരിപാടി, കാരണം അതുവരെ കോമഡി ആയിട്ടുള്ള പോകുന്നൊരു പരിപാടിയിൽ പെട്ടെന്ന് ആ ട്രാക്ക് മാറിയിട്ട് ആ ട്രാക്ക് മാറുമ്പോൾ നമ്മുടെ പ്രേക്ഷകരും അതിനൊപ്പം വരണം എന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ, ഒരു റൈറ്ററുടെ ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെ ആഗ്രഹം.
അത് നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ 1-2 സീനിൽ വർക്കൗട്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫ്ലാഷ് ബാക്കിൽ വിനീതിൻ്റെ സീനൊക്കെ ഞാൻ വിചാരിച്ചത് അയ്യോ ഇത് പണി പാളുമോ, പക്ഷെ പാളിയിട്ടില്ല. കാരണം ആ സീനിൽ നമുക്ക് ആ ഒരു ഫീൽ ഗുഡ് കിട്ടണം. അത് അടിപൊളിയായിട്ട് തന്നെ ഇതിൽ അഖിൽ സത്യൻ മേക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നിവിൻ പോളിയുടെ ക്യാരക്ടർ വളരെ ലൂസായിട്ടുള്ള ക്യാരക്ടറാണ്, വലിയ ബലപ്പെടുത്തുന്നില്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ ഇമോഷൻ കാര്യങ്ങൾ, ഫീൽ ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അടിപൊളിയായിട്ട് തന്നെ നിവിൻ പോളി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ കോംബോ മാത്രമല്ല, എല്ലാവരും ജനാർദ്ദൻ സാർ ഇതിലൊരു ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിനയിച്ച എല്ലാവരും ഒരുപാട് ഗംഭീരമായിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഈ സിനിമയിൽ വന്ന് പോകുന്നുണ്ട്. എല്ലാവരും തന്നെ ഒരു അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഈ സിനിമ നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം ഫാമിലി ആയിട്ട്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ് അല്ലെങ്കിൽ ന്യൂ ഇയർ ലീവിനൊക്കെയാണ് അല്ലെ വെക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷനാണ് സർവം മായ. മികച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ. എൻ്റെ ക്ലൈമാക്സും എല്ലാം പെട്ടെന്ന് ഈ സിനിമ കിഴിഞ്ഞു പോയി എന്ന് തോന്നി. കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഈ സിനിമ കാണാം. നർമ്മത്തിൽ പൊതിഞ്ഞ നാട്ടിൻ പുറത്തെ നന്മയുടെ ഒരു നവ ലിബറൽ ആശയങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആണല്ലോ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യില്ല, പാളിപ്പോയിട്ടുണ്ട്. അപ്പോൾ നർമ്മത്തിൽ പൊതിഞ്ഞ ഫീൽ ഗുഡ് സിനിമ. ഓക്കെ, കറക്റ്റായില്ലേ? ഓക്കെ, കാണാം സർവം മായ. താങ്ക് യു.